നിങ്ങൾക്കൊക്കെ അറിയും, വളരെ വിഷമത്തോടെ നമ്മളൊക്കെ ഓർക്കാറുള്ള, വളരെ വേദനയോടെ നമ്മളൊക്കെ ചിന്തിക്കാറുള്ള ഒരു കാലത്ത് ഇസ്ലാമിന്റെ പ്രഭാഷണ രംഗത്ത് പ്രോജ്വലനായി നിറഞ്ഞു നിന്ന് ഭരണകൂട ഭീകരതയുടെ ബലിയാടായി കാരാഗ്രഹങ്ങളിൽ വിചാരണ തടവുകാരനായി കൽത്തുറുങ്കിലടയ്ക്കപ്പെട്ട, ഇന്നും ചെയ്ത കുറ്റമെന്താണെന്ന് തെളിയിക്കപ്പെടാതെ വിചാരണ തടവുകാരനായി ഇന്ത്യയുടെ ചരിത്രത്തിൽ എന്നല്ല ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രമേൽ ഒരു മനുഷ്യനെ വിചാരണ തടവുകാരനായി ഭരണകൂട ഭീകരതയുടെ ബലിയാടായി കൽത്തുറുങ്കിലടയ്ക്കപ്പെട്ട് കഴിയുന്ന നമുക്കൊക്കെ പ്രിയങ്കരനായ അബ്ദുൽ നാസർ മഅദനി ഉസ്താദ്. അതുകൊണ്ട് ഈ നന്മ ഈ വിശുദ്ധ റമദാനിൽ, അതുകൊണ്ട് ഇന്നത്തെ ഈ രാത്രി ഞാൻ ഒരു 5 മിനിറ്റ് പറഞ്ഞ് ഉദ്ഘാടനം ചെയ്തിട്ട് പോയേക്കാന്നാ വിചാരിച്ച. പക്ഷെ ഈ വന്നിങ്ങനെ വന്നപ്പോ ഇങ്ങനെ അല്ലെ പതുക്കെ ആളിങ്ങനെ കൂടുന്ന കണ്ടപ്പോ എനിക്ക് ഇത്തിരി ഇവിടെ പ്രസംഗം അങ്ങ് കൂടിപ്പോയി. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എനിക്ക് പറയാനുള്ളത്, ഈ വിശുദ്ധ റമദാനിൽ ഈ രാത്രിയിലെ എന്റെ ഈ വരവ്, എനിക്ക് ഉറപ്പാണ് ഇതിന്റെ കമ്മിറ്റിക്കാരൻ എനിക്ക് 10 പൈസയും തരൂല്ല. കാരണം 2 പാവപ്പെട്ട പിള്ളേരുമായി കൂടിയാണ് നടത്തുന്ന, 2-3 പിള്ളേർ കൂടിയാ, അവരൊന്നും തരൂല്ല. ഡീസൽ ഞാൻ തന്നെ അടിക്കണം, ക്ഷീണം ഞാൻ തന്നെ സഹിക്കണം. പിന്നെ എനിക്കെന്താ നന്മ, എനിക്കെന്താ പ്രയോജനം? പൈസ ഉള്ളവര് പോലും എനിക്ക് തരല് നാണക്കേടാണല്ലോ എന്ന് കരുതി തരൂല്ല. ഇപ്പൊ അടുത്തൊരു മഹലിൽ പ്രസംഗിക്കാൻ കൊണ്ടുപോയി 4.5 മണിക്കൂർ ഞാൻ പ്രസംഗിച്ചു. 100-300 കിലോമീറ്റർ ഓടിയാ ഞാൻ പോയത്. എന്റെ വണ്ടിയിൽ പെട്രോൾ എടുത്തിട്ട് പച്ചവെള്ളം എടുത്ത് മന്ത്രിച്ചിട്ട് ഒഴിച്ചാൽ ഓടുവോ വണ്ടി? ഡീസൽ അടിച്ചാൽ തന്നെയല്ലേ ഓടുള്ളൂ. പക്ഷെ അവരെ ഒരു നാണക്കേട്, മഅദനി ഉസ്താദ് എങ്ങനെയാ പൈസ കൊടുക്കുന്നത്, മൂപ്പരൊക്കെ വലിയ ആളല്ലേ എങ്ങനെയാ കൊടുക്കുന്നത്? എന്തായാലും ഇവിടെ ഞാൻ 5 പൈസയും പ്രതീക്ഷിച്ചോണ്ടൊന്നും പറയല്ല. അങ്ങനെ തോന്നല്ലേ, പൈസ തരാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ അടവ് പ്രയോഗിക്കുകയാണെന്നും തോന്നണ്ട. അല്ല.